ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മീൻ കറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കൂടെ തന്നെ പൊരിക്കുന്നുണ്ട് കേട്ടോ. രാത്രി 10:30 എനിക്ക് മീൻ കിട്ടിയപ്പോൾ നല്ല ഫ്രഷ് മീനാണ് കേട്ടോ. പല മീനുകളും ഉണ്ട്, എനിക്ക് പേരൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഞാനൊന്ന് മീനൊന്ന് മുറിച്ചെടുക്കട്ടെ. അങ്ങനെ നമ്മുടെ മീനെല്ലാം മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായ കാന്താരിമുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഒരൽപ്പം പുളിയും ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ കല്ലിലാണ് കേട്ടോ ഉള്ളി ചതച്ചെടുക്കുന്നത്. പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള ചതച്ച് വെച്ച ഉള്ളിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് മുളക് പൊടിയും കൂടി ഒരു പുളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിതിൽ എനിക്ക് പൊരിക്കാൻ പുളി ആവശ്യമാണ്, അപ്പോൾ ഞാനൊരു പുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായി കുഴച്ചെടുക്കുക. കഴുകി വെച്ച മീൻ ഓരോന്നായിട്ട് ഒരു മസാല തേച്ച് കൊടുക്കുക കേട്ടോ. നന്നായി തേച്ച് പിടിപ്പിക്കുക. അങ്ങനെ മസാലയെല്ലാം തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ എണ്ണ ഒഴിച്ച് കൊടുത്ത ചട്ടി ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്കൊരൽപ്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഓരോന്നായി മീൻ വെച്ച് കൊടുക്കുക കേട്ടോ. ബാക്കിയുള്ള മസാല കൂടി തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കറി വെക്കാനുള്ള ചെറിയ ഉള്ളി മൂപ്പിച്ചതിലേക്ക് തക്കാളി, വെളുത്തുള്ളി, പച്ചമുളക്, അല്പം കറിവേപ്പില, ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തൊന്ന് വഴന്ന് വരുന്നതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് വഴന്ന് വരട്ടെ. ഒരു പുളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ പുളി അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചെറിയൊരു പുളി മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. നന്നായി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. നമുക്ക് എത്ര കറി ആവശ്യമുള്ള വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒന്ന് തിളച്ച് വരട്ടെ. അങ്ങനെ നമ്മുടെ കറി തിളച്ചിട്ടുണ്ട് കേട്ടോ. കറിക്ക് ആവശ്യമായിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. മീനെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് തിളച്ച് വരട്ടെ. അങ്ങനെ മീനെല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരൽപ്പം കൂടി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായി ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പൊരിക്കാൻ വെച്ച മീനൊന്ന് റോസ്റ്റ് ആയിട്ടുണ്ട്. ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പൊരിക്കാൻ വെച്ച മീനും റെഡി ആയിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചോറ് വയ്ക്കാൻ പോവാണ്. പൊരിച്ച മീനും പപ്പടം, ചോറും കറിയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ
അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് പൂള കൂടി വേണമെന്ന് പറഞ്ഞു. ചോറ് കഴിക്കണതിൻ്റെ കൂടെ പൂള കൂടി ഞാൻ അപ്പം തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പൂള എല്ലാതും കൂടെ കഴിഞ്ഞപ്പോഴേക്ക് രാത്രി 12 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.